ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എബിലിറ്റി ക്യാമ്പസിലാണ് ഇപ്പോൾ ഉള്ളത്. എബിലിറ്റി ക്യാമ്പസിലെ ഒരു ടീച്ചറുടെ അനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പഠിപ്പിക്കുന്നതിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഞാൻ 6 മാസത്തെ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയർമാനിൻ്റെ ഒരു ദിവസം ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ടാണാത്ത കുട്ടികളല്ലേ, ഞാനെങ്ങനെ പോലും പഠിപ്പിക്കുക, എനിക്ക് മൗസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പം എനിക്കതൊരു പ്രയാസമാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവരെ പഠിപ്പിച്ചത് ശീലമില്ല, ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞു. എനിക്ക് ആദ്യം ഭയങ്കര പേടിയാണ്. അപ്പോൾ സാർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങൾ കാണുന്ന കുട്ടികളെ പഠിപ്പിക്കണ പോലെ തന്നെ പഠിപ്പിച്ചാൽ മതി. നിങ്ങൾ മനസ്സിൽ ഇവർക്ക് കാഴ്ചയില്ല നിങ്ങൾ വിചാരിക്കണ്ട. കാണുന്ന കുട്ടികളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, ഷതിയിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പഠിപ്പിച്ചാൽ മതി. അങ്ങനെ എനിക്ക് സമയമൊക്കെ ആക്കി തന്നെ, രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും ഞാനങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങളുടെ ഏൽപ്പിച്ച ആളോട് ഞാൻ പറഞ്ഞു, ഞാൻ 1 മാസമേ പോകുള്ളൂ കേട്ടോ, എനിക്ക് എന്തോ കയ്യിലായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്, നമ്മൾ കണ്ണും കൈയും കാലും ഒക്കെ ഉള്ള ആൾക്കാരെക്കാട്ടിലും ഉഷാറായിട്ട് വലിയ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതന്നെ, ഒരു ഭക്ഷണം കഴിക്കുന്നിടത്തായാലും, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നിടത്തായാലും കൈ കഴുകുന്നിടത്തായാലും പാത്രം കഴുകി വെക്കുന്നിടത്തായാലും ഒക്കെ അവർ എപ്പോഴും മുന്നിലാണ്. നമ്മൾ പിന്നെയും മറ്റൊരാൾ ചെയ്യട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കും അല്ലേ. ഈ മക്കൾക്ക് അങ്ങനെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഹോസ്റ്റലിലെ റൂമുകളായാലും ഒക്കെ നല്ല വൃത്തിയാണ്, ബാത്റൂം നല്ല വൃത്തിയാണ്, എല്ലാ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എനിക്ക് ഇവിടെ കണ്ടപ്പോൾ അത് നല്ല അങ്ങനെ. ഇപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ 2 ദിവസം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവർക്ക് കണ്ണ് കാണില്ലെങ്കിലും വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഉഷാറാണ്. അപ്പം മെമ്മറി ഉണ്ട്. പിന്നെ ഇവർ കീബോർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, മൗസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കീബോർഡ് എല്ലാ കീബോർഡും കാണാൻ പറ്റില്ല, കീബോർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഈ മാസമാണ് എക്സാം, കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങി. അതാണ് ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നിടത്ത് പറഞ്ഞത്, എക്സാം കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പേരെന്താ, അമ്മനെ കാണണം എന്ന് പറഞ്ഞ ആളെ പേരെന്താ, അർജുൻ പറഞ്ഞു. ചോറ് ഒരു പറഞ്ഞു, അർജുന് അമ്മനെ കാണണം, മിസ് ചോറ് വാരി തന്നപ്പോൾ അമ്മനെ കാണാൻ തോന്നുക, അമ്മനെ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞിട്ട് അർജുനോട്, നീ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി ചോദിച്ചു. അപ്പോൾ അർജുൻ്റെ വീട് വളാഞ്ചേരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സന്തോഷം, അവരെ കൂടുതൽ ചോറൊക്കെ കഴിക്കാൻ പറ്റി. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട്, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ വന്ന്, എന്നാലും എനിക്ക് ഈ കുട്ടികളെ കാണാനും ഒന്ന് പരിചയപ്പെടാനുമായിട്ട് കുറച്ച് ചോറ് തിന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നിങ്ങളാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണേ? ഞാൻ തയ്യൽ മാത്രം ഞാൻ പഠിപ്പിക്കുന്നത്. തയ്യൽ എനിക്കറിയാം തയ്ക്കാൻ, പക്ഷേ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ ബാക്കിയുള്ളത് ഇതിലുള്ള എല്ലായിട്ടും ഞാൻ പഠിപ്പിക്കുന്നത്. ഇതും ചെയ്യാറില്ല അതിൻ്റെ. നമ്മൾ ചെയ്യും അങ്ങനെ, നമുക്കതിൻ്റെ അച്ചുണ്ട്. ഇപ്പോൾ പൂവാണിച്ചാൽ താമരപ്പൂവിൻ്റെ, റോസാണിച്ചാൽ റോസാപ്പൂവിൻ്റെ അങ്ങനെ തച്ച് കിട്ടാനുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതിൽ വെക്കാം, അങ്ങനെ ചെയ്യുന്നത്. അത് പഠിച്ചിട്ടുണ്ട് ഞാൻ. നമുക്കല്ല കഴിവുണ്ടായിട്ട് നമുക്ക് ഇതിനൊന്നും ആവില്ലല്ലേ. അങ്ങനെ ഞാനിവിടെ എത്താൻ കാരണം, എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഈ എബിലിറ്റി ക്യാമ്പസിലെ കമ്പ്യൂട്ടറിൻ്റെ ടീച്ചർ കേട്ടോ, കണ്ണ് കാണാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എബിലിറ്റി ക്യാമ്പസിലേക്കൊന്ന് ഇറങ്ങി. പോകാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ സർഗമേള നടക്കുന്നുണ്ട് കേട്ടോ, സംസ്ഥാന സർഗമേള. അപ്പോൾ അവിടെ പോയി കുട്ടികളെ പാട്ടൊക്കെ ഒന്ന് കേട്ട്, അപ്പോൾ നമ്മളെ കണ്ണ് കാണാത്ത കുട്ടികൾ, അവിടെ കണ്ണ് കാണാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയുണ്ട് എൻ്റെ അനിയത്തിക്ക്, കമ്പ്യൂട്ടറിൻ്റെ ടീച്ചറുമാണ്. അപ്പോൾ അവളുമായിട്ടാണ് ഞാനൊന്ന് ഒരു ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഓൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ, അതും കൂടി ചോദിച്ചു കേട്ടോ. പിന്നെ അവിടെ വീൽ ചെയറിൽ നടക്കുന്ന കുട്ടികളുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവർ വെയിലായതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ്. അവരൊരു വെയിലൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പുറത്തിറങ്ങൽ. അപ്പോൾ അവരെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ
പിന്നെ ഒരു ദിവസം ഞാൻ അവരെയും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ അവിടെ ഇവർ ഈ കണ്ണ് കാണാത്ത കുട്ടികളെ കണ്ടപ്പോഴും അവർക്കുണ്ടായ ഒരു എന്താ പറയുക, ഒരു ഓരോരോ കാര്യങ്ങൾ നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നും സാധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരവിടെ ഉണ്ടാക്കുന്ന ഓരോ കരകൗശല വിദ്യകളും പിന്നെ ഒക്കെ ആ താത്ത പറയണം. ആ താത്തയാണ് അവിടുത്തെ അതിൻ്റെ ടീച്ചർ. താത്താക്ക് കണ്ണ് കാണൂല കേട്ടോ. കണ്ടാൽ തോന്നും കണ്ണൊക്കെ കാണുന്നു, പക്ഷെ താത്താക്ക് കണ്ണ് കാണൂല. എന്നാലും ആൾ വളരെ നീറ്റാണ്, നല്ല അടിപൊളിയാണ്. എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് ഇനിയും ഒരുപാട് പരിപാടികളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. പക്ഷേ ലെങ്ത്തായി കഴിഞ്ഞാൽ ആരും ഇത് കാണാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ പൂർണ്ണമായിട്ടും വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മണിമുത്ത് റസൂലിന്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂബിലാലെന്ന് തകർന്ന് തേങ്ങി പുണ്യ മദീനയ്ക്ക് വിട ചൊല്ലി നടന്ന് നീങ്ങി. റസൂലില്ല മദീനത്ത് വസിക്കാനീ ബിലാലില്ല. അസ്ഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ല. എൻ്റെ ഹൃദയത്തിൻ നിധു താങ്ങാൻ കരുത്തുമില്ല. അടിമായാം ബിലാലിന്ന് അടി തെറ്റുന്നിതാ ഇന്ന്. ഇശൽവാങ്ങിൻ റസൂൽ നാമം വിളിക്കാൻ വയ്യ. എൻ്റെ ഇഷ്കിൻ്റെ മുഖം കാണാതിരിക്കാൻ വയ്യ. മണിമുത്ത് റസൂലിന്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂബിലാലെന്ന് തകർന്ന് തേങ്ങി പുണ്യ മദീനയ്ക്ക് വിട ചൊല്ലി നടന്ന് നീങ്ങി. തകർന്ന് പോയ അബൂബക്കർ മജനൂനായി തിരൂമർ അരികിലായി സ്വഹാബാക്കൾ നിനൈത്ത് പോയി. യാത്രാമൊഴി കേട്ട് അവർ കണ്ണും നിറഞ്ഞ് പോയി. കുയിൽ നാദമകന്ന് പോയി, ഇശൽമാരി മുറിഞ്ഞ് പോയി. ഇനിയാരീ മദീനയെ ഉണർത്തുമെന്ന്